വേണ്ടിയല്ലേ, അല്ലാതെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയല്ലേ. ഞങ്ങളെയൊക്കെ നികുതി പണമാണ് ഇന്ന് നിങ്ങൾ മേടിക്കുന്നത്, അല്ലാതെ മന്ത്രിയുടെ വീട്ടിലേ അല്ല. നിങ്ങൾ ഇങ്ങനെ നിൽക്കും, ഞാനും ഇങ്ങനെ നിൽക്കും. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ വോട്ട് വാങ്ങിയിട്ട് വാഗ്ദാനം ലംഘിച്ച മന്ത്രി എവിടെ? മന്ത്രി എവിടെ? നിങ്ങളൊന്ന് പൊഴിയിൽ വാ. ഞങ്ങൾ സമരം ചെയ്തത് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയാണ്. അവര് പട്ടിണിയാണ്. അവര് മക്കൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കുടിലുകളെല്ലാം പട്ടിണിയാണ്. എന്തുകൊണ്ട് മന്ത്രി അവിടെ അവർക്ക് ഭക്ഷണം എത്തിക്കാത്തത്? നമസ്കാരം. ടൺ കണക്കിന് മണൽ മൂടിയതോടുകൂടി മുതലപ്പുഴയിലെ പൊഴിമുഖം അടഞ്ഞ സാഹചര്യമാണുള്ളത്. നിരവധി പ്രശ്നങ്ങളാണ് വർഷങ്ങളായി മുതലപ്പുഴക്കാർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്കിടെ 2 പേർ മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും മന്ത്രി സജി ചെറിയാൻ്റെ വീടിൻ്റെ മുൻപിൽ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അല്ലാതെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയല്ലേ. ഞങ്ങളെയൊക്കെ നികുതി പണമാണ് ഇന്ന് നിങ്ങൾ മേടിക്കുന്നത്, അല്ലാതെ മന്ത്രിയുടെ വീട്ടിലേ അല്ല. നിങ്ങളിങ്ങനെ നിൽക്കും, ഞാനും ഇങ്ങനെ നിൽക്കും. ഭീഷണിപ്പെടുത്താനല്ല, മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങളിന്ന് സമരം ചെയ്തത്. എവിടെ നിങ്ങൾ മന്ത്രി? എവിടെയെന്ന് സജി ചെറിയാൻ എവിടെ? പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ വോട്ട് വാങ്ങിയിട്ട് വാഗ്ദാനം ലംഘിച്ച മന്ത്രി എവിടെ? മന്ത്രി എവിടെ? നിങ്ങളൊന്ന് പൊഴിയിൽ വാ. ഞങ്ങൾ സമരം ചെയ്തത് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയാണ്. അവര് പട്ടിണിയാണ്. ഒരാഴ്ച കൊണ്ട് അവരെ വീടുകൾ പുകയുന്നില്ല, അവരെ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുന്നില്ല, അവരെ മക്കൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കുടിലുകളെല്ലാം പട്ടിണിയാണ്. എന്തുകൊണ്ട് മന്ത്രി അവിടെ അവർക്ക് ഭക്ഷണം എത്തിക്കാത്തത്? എന്തുകൊണ്ട് അവർക്ക് വേണ്ടുന്ന ആഹാര സാധനങ്ങൾ എത്തിക്കാത്തത്? എന്തുകൊണ്ട് നിങ്ങൾ പറയൂ. ഈ മന്ത്രി ഇതിനകത്തിരിക്കുന്നു, AC-യിൽ ഇരുന്ന് സുഖിക്കുമ്പോൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നിങ്ങളോട് എവിടെ ജീവിത സമരം
സജി ചെറിയാൻ വാക്ക് പാലിക്കൂ. സിന്ദാബാദ് സിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് നമ്മളോടുണ്ട്. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. സമരം 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 തന്നെ. സമരം 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 തന്നെ. എന്തായാലും മുതലപ്പുഴയിൽ ബോട്ടുകളും വള്ളങ്ങളും ഈ കടലിലേക്ക് ഇറക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിന് ഉടൻ പരിഹാരം കാണണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെയും മറ്റുള്ളവരുടെയും എല്ലാം തന്നെ അഭിപ്രായം. എന്തായാലും ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പൊതുസമൂഹത്തിൽ നിന്നും മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും എല്ലാം തന്നെ ഉയർന്നു വരുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.